നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോയ 65 ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ 65-ന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 100 ഗ്രാമോളം സോയ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു വലുപ്പമുള്ള സോയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറിയ സോയ ആണോ ഉള്ളതെങ്കിൽ അതെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പോലെ തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നെകക്ക് നമുക്ക് വെള്ളം നല്ല പോലെ ഈ സോയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നല്ല പോലെ സോക്കായിട്ട് വരണം, എന്നാലാണ് നമുക്ക് സോയ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നോക്കിയാൽ തന്നെ കാണാം, സോയ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ സോയ ഈ സമയത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് 65 ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ സോയയുടെ ആ മണവും അതേപോലെ തന്നെ ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇത് ഒരു 3-4 പ്രാവശ്യം നല്ല പോലെ കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞിട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് അതിലെ സ്മെല്ല് ഒക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ നല്ല പോലെ നമ്മുടെ സോയ കഴുകിയിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ 65-ന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. 65-ലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6-7 വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുല്യ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഞാൻ ഒരു പച്ചമുളക് 2 കഷ്ണം ആയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അരച്ചു കൊണ്ടുവരാം. 65-നുള്ള മസാല കൂട്ടി വയ്ക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് അത് ഇതിലേക്ക് പിഴിഞ്ഞു ചേർക്കാം. 65-ന് ഒരു ചെറിയ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം തന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മസാല നല്ല പോലെ നമ്മുടെ സോയയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളെല്ലാനും ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നനവ് കുറവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടാണ് ഇത് മിക്സാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് മതി, ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഈ സോയയിലേക്ക് ഈ മസാല പുരണ്ടിരിക്കണം, ആ ഒരു പരുവത്തിന് എടുക്കുക. അപ്പോൾ ഞാൻ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. കൈവച്ചിട്ട് മസാലയൊക്കെ നല്ല പോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല തിക്കായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് മസാലയൊക്കെ സോയയിൽ പുരണ്ടിയിരിക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത്
സോയമേന്ന് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുളകും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല പോലെ നമുക്ക് പുരട്ടി എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ സോയയിലേക്ക് എല്ലാ മസാലയും പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലകളൊക്കെ ഈ സോയയിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഒരു അരമണിക്കൂർ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് മസാലകളൊക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സോയമേന്ന് വിട്ടു പോകാതിരിക്കും. അതല്ലെങ്കിൽ സാധാരണ പോലെ നിങ്ങൾക്ക് പുറമെ തന്നെ വെച്ചാലും മതിയാകും, കുഴപ്പമില്ല. ഇനി ഇതൊരു അരമണിക്കൂർ നേരം കഴിയട്ടെ. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയുടെ ഒക്കെ അളവ് ഒന്ന് നോക്കുക, അതേപോലെ തന്നെ ഉപ്പും നോക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ കഴിയട്ടെ, നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോയ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് എല്ലാവരും കൂടി ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ പതുക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, ഒട്ടും തന്നെ എണ്ണയിലേക്ക് ആ മാവ് ഇറങ്ങിയിട്ടില്ല. നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളം കൂടിപ്പോയാൽ ഇടുന്ന വഴിക്ക് മാവ് സോയമേന്ന് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ മാവ് എടുത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ സോയമേന്ന് പോയിട്ടില്ല. അപ്പോൾ ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്ക് ഈ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ 65 നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അതേപോലെ തന്നെ എല്ലാ സോയയും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സോയയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോയ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.